സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ അവരുടെ ഇടയിലും എത്തി ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേട്ട നാൾ മുതൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. ഇതുപോലെയുള്ള പൗലോസ് എഴുതുന്ന 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ നമുക്ക് പൗലോസിൻ്റെ പല പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായിട്ട് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുള്ള പ്രാർത്ഥന, ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ ആദ്യത്തെ പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലും നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, വളരെ ആത്മീയമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ആത്മീയമായ ഫലങ്ങൾ കായ്ച്ചു ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ മോഹത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് കർത്താവിനെ സേവിക്കാനായിട്ട് അവരുടെ ജീവിതം സെപ്പറേറ്റ് ചെയ്ത് മുന്നോട്ടിറങ്ങിയ ദൈവഭക്തന്മാരാണ്. അങ്ങനെയാണ് അവരുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഈ പഠിപ്പിക്കൽ വളരെ ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും താനെ അതങ്ങ് ഉണ്ടാകരുത്. താനെ ഉണ്ടാകും നിശ്ചയമായിട്ടും. നമ്മൾ ആരും ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ആത്മീയ ചേഞ്ച് അല്ല ആരിലും ഉണ്ടാകുന്നത്. അത് പരിശുദ്ധാത്മ ശക്തിയാൽ തന്നെയാണ്. എന്നാൽ അത് എപ്രകാരം എങ്ങനെയെന്നുള്ളതും പ്രായോഗികമായിട്ട് എങ്ങനെയെന്നുള്ളതും അത് പഠിപ്പിക്കേണ്ടതിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കും, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ അതേപോലെ നിങ്ങൾ പഠിച്ചിരിക്കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, കേവലം ഇന്ന് നമുക്ക് കാണുന്നത് പോലെ പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഇതാണ്, പലപ്പോഴും കുറ്റപ്പെടുത്തുന്നതിനോട് കൂടെ തന്നെ കുറ്റപ്പെടുത്തലോട് മാത്രം കാര്യങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ രോഗം എന്താണെന്ന് അറിഞ്ഞു, രോഗിയാണെന്ന് മനസ്സിലായി. എന്നാൽ രോഗത്തിന് ചികിത്സയും കൂടെ കിട്ടത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലും കൂട്ടായ്മയിലും കൂടെ കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് കാര്യങ്ങൾ അത് ഭംഗിയുള്ളതായിട്ടും പൂർണ്ണതയുള്ളതായിട്ടും തീരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും, നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിലും ഒക്കെ കുറവുകൾ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത് ഈ പ്രാർത്ഥനകളിലാണത് വെളിപ്പെടുന്നത് കൂടുതലും. കാരണം എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് വളരെ ക്ലോസ് ആയിരുന്നു. കൂടുതൽ സമയം സുവിശേഷ വേലയിൽ സമയം ചെലവഴിച്ച ഒരു സ്ഥലമാണ് എഫസോസ്. പൗലോസിൻ്റെ അന്ത്യകാലത്തും പോലും അതിനു മുമ്പ് സമയം ചെലവഴിച്ചതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ അവർ വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ആ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രാർത്ഥനയിലോ ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവരെ ശ്രമിക്കുന്നതിനേക്കാളും കൂടുതൽ അവരോട് ഈ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മുന്നേ പൗലോസ് ചെയ്യുന്നത് ഈ ആഴമായ ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് അവർ നടക്കാൻ തക്കവണ്ണം ഈ കാര്യങ്ങളെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൂടുതൽ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഞാൻ എൻ്റെ സമയം കൂടുതൽ ചിലവഴിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ഇടയിൽ എന്തുമാത്രം പ്രയാസമാണ്. കാരണം അങ്ങനെ ഒരു പൂർണ്ണത എത്തിയ ആൾക്കാരെ കാണാനായിട്ട് തന്നെ കഷ്ടമാണ്. എന്നാൽ താല്പര്യമുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരെ നീ അങ്ങനെയാടാ, നീ ഇങ്ങനെയാടാ, നീ ശരിയാവത്തില്ല, ഇങ്ങനെ പോയാൽ അങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി. എന്നാൽ അവരെ ഓർത്ത് ആദ്യം ആ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെയോ യുവാക്കന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ആത്മീയമായി കുറവുള്ളവരെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് വേണ്ടി ആഴമായൊരു പ്രാർത്ഥനയാണ് പൗലോസ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടത്. കാരണം കർത്താവ് ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമല്ല, വളരെ ആഴമേറിയ ഒരു ആത്മീയ ജീവിതം ആയിത്തീരാൻ തക്കവണ്ണം ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ പ്രാർത്ഥനയ്ക്ക് എഫക്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പരീക്ഷിച്ച് നോക്കിയ ഒരു കാര്യം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു ദൈവഭക്തൻ അങ്ങനെ വേറൊരു ദൈവഭക്തന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ വ്യതിയാനങ്ങൾ, കുറ്റപ്പെടുത്തുന്നതിനേക്കാളും വലിയ വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാനും, എന്ന് മാത്രമല്ല എന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങൾ അറിയാതിരിക്കരുതല്ലോ. അപ്പം അതുകൊണ്ടാണ് പൗലോസ് എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്ന് അവർക്ക് വേണ്ടി എഴുതുക, അവരെ എഴുതി അറിയിക്കുക. ഞാൻ ഇന്ന ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അർത്ഥവത്താണ് ഈ ദിവസങ്ങളിൽ. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഈ ആരും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം പെർഫെക്റ്റ് ആവത്തില്ല എന്നുള്ളതും ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ്
പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ, പുതിയ നിയമത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ അത് യേശുക്രിസ്തുവിനോടുള്ള അർത്ഥവത്തായ കൂട്ടായ്മ, സഹോദരങ്ങളോടുള്ള ഒരു അർത്ഥവത്തായ കൂട്ടായ്മ, ഇത് തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ്, ഒരു നിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരോട് ചേർന്ന്, അവരോട് ഒന്നായി തീർന്ന്, ഹൃദയം അവരോട് ഏകീഭവിച്ച് ഉള്ള ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പൗലോസിലുള്ള ആ കാഴ്ചപ്പാടും ആ വിശ്വാസവും ആ ദർശനവും ഒക്കെ അവരിലേക്കും പകരപ്പെടാനായിട്ട് ഇടയായി തീരും എന്നുള്ളതും, പൗലോസിനെ പോലെ തന്നെ ആ പൗലോസിൻ്റെ ജീവിതകാലത്ത് പൗലോസിനോട് തോളോട് തോൾ ചേർന്ന് നിന്ന് അതേ ദർശനം ഷെയർ ചെയ്തുകൊണ്ട് വേല ചെയ്യാനായിട്ട് ചുരുക്കം ചിലരെങ്കിലും ദൈവം അന്ന് ഒരുക്കിയിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയുടെ ഉള്ള ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ പൗലോസ് നടത്തിയ പോലെ ഉള്ള പ്രാർത്ഥന, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരണമെന്നും ദൈവം ഉപയോഗിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി, കർത്താവെ അവനെ ആത്മീയമായ ആഴങ്ങളിലേക്ക് നടത്തണമേ. എലീശ ഗേഹസിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ, കർത്താവെ അവൻ ഈ അഗ്നിമയ രഥങ്ങളൊന്നും കാണുന്നില്ല, നീ അവനെ അത് കാണാൻ തക്കവണ്ണം അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ സൈന്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ട് ഉള്ളൊരു പ്രാർത്ഥന വളരെ ആവശ്യം. പൗലോസ് എഫേസ്യർ എന്ന ലേഖനത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചിട്ട് തുടർന്നുള്ള പ്രാർത്ഥനാപേക്ഷകളൊക്കെ അവിടെ പറയുന്നതെന്ന് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ ആ നിലയിലൊരു ആഴമായ, കർത്താവെ കുറവുകൾ പലതും കാണുന്നുണ്ട്, എന്നാൽ അതിനുവേണ്ടി പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇടിവിൽ ആ വ്യക്തിക്ക് വേണ്ടി നിൽക്കാനും അതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ അവനോട് പറയാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് വളരെ ദൈവസന്നിധിയിൽ ഒരു യോഗ്യമായ കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ പലരും ആത്മീയമായൊരു കാഴ്ചപ്പാടിലേക്കും ആഴമായ അനുഭവത്തിലേക്കും നടത്തപ്പെടുമെന്ന് തന്നെ നമുക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് വായിക്കുമ്പം പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടന്നു എന്നുള്ളത് രണ്ടാമതും, കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നുള്ളത് ആദ്യവുമാണ് എഴുതിയേക്കുന്നത്. ഒരു നിലയിൽ നോക്കുമ്പം അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നുള്ളതിന് പ്രാധാന്യം വളരെയധികം ഈ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുവനായിട്ടുള്ള എപ്പഫ്രാസ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ എപ്പഫ്രാസ് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയേക്കാണ്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. അപ്പം നിങ്ങളെക്കുറിച്ച് അവനിങ്ങനെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ ഹൃദയത്തകർച്ചയോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനാപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ ഈ കൊളോസ്യയിലുള്ള ഈ വിശുദ്ധന്മാരും ഈ ഭക്തന്മാരും ദൈവഹിതത്തിൽ തന്നെ നിൽക്കുമാറാക്കണമേ. ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാൻ അവരുടെ ജീവിതത്തിൽ ഇടയാക്കരുതേ, ഇടറിപ്പോകാൻ ഇടയാക്കരുതേ, കാഴ്ചപ്പാട് മങ്ങിപ്പോകാൻ ഇടയാക്കരുതേ. എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണ പ്രാധാന്യം കൊടുക്കാനും അത് സീക്ക് ചെയ്യാനും തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ദൈവഹിതം എന്ന് പറയുന്നത് എത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഫൈൻഡിങ് ഗോഡ്സ് വിൽ, ഹൗ ടു ഫൈൻഡ് ഗോഡ്സ് വിൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പുസ്തകങ്ങളും അതുപോലെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടും. എത്രയോ പ്രശസ്തരായ ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള കാര്യവും നമുക്കറിയാം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന് നമ്മുടെ ഹിതം കൊണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവും വിളിയും ഒക്കെ അനുസരിച്ചും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം അനുസരിച്ചും ദൈവത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകണമെന്നും നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും ആഗ്രഹിക്കുന്നതായിട്ട് ഉള്ള ഒരു ഹിതം ഓരോ കാര്യത്തിലും ഓരോ ദിവസവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മൊത്തമായിട്ട് ദൈവത്തിന് ഒരു ഹിതമുണ്ട്. നമ്മൾ ആ ഹിതത്തിൽ തന്നെയായി, ദൈവഹിതം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും, പഴയ നിയമകാലങ്ങളിൽ ഈ ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് അവർ പല നിലയിലുള്ള ഭൗതികമായിട്ടുള്ള മുഖാന്തരങ്ങളിലൂടെയും ഊറീമിലൂടെയും തുമ്മീമിലൂടെയും മറ്റു പ്രവാചകന്മാർ അവരോട് പറയുന്ന ചില നിലവാരത്തിലൂടെയൊക്കെ ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടി അവർക്കിടയായിട്ടുണ്ട് എന്നുള്ളതും. എന്നാൽ ഇന്ന് അങ്ങനെ ഉപദേശിച്ച് നടത്താൻ തക്കവണ്ണം ഈ ആരുടെ ഹിതമാണോ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തി തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം.
നമ്മൾ ഇപ്പം ഞാൻ പറയുക, എനിക്ക് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഞാൻ അബ്രഹാം പാസ്റ്റർ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളൊക്കെ ഉള്ളൊരു സഭയെ ഞാൻ അവിടെ പോയിട്ടുണ്ട്, കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്. അല്ലാതെ ആ സ്ഥലത്ത് എനിക്ക് ജീവിതത്തിൽ ആകെ ഒരിക്കലേ പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും പറയുക ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം, ഇന്ന സ്ഥലത്ത് ഇറങ്ങണം, അവിടുന്ന് ഇങ്ങനെ പോകണം എന്നൊക്കെ എനിക്ക് എഴുതി തരണം. അതേസമയം എൻ്റെ കൂടെ പാസ്റ്റർ അബ്രഹാമിൻ്റെ കാറിലാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ വഴിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അദ്ദേഹം എവിടെ പോകുന്നോ അവിടെ തന്നെ ഞാനും എത്തും. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെയാ. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ലിഖിതമായിട്ടുള്ള ഒരു പ്രമാണത്തിലൂടെയല്ല, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ, സാക്ഷാൽ യേശുക്രിസ്തു തന്നെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് അവൻ്റെ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിതം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയല്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കാനും മോർ ഓവർ ദൈവത്തിൻ്റെ വചനധ്യാനത്തിലൂടെ ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു മനസ്സിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ഹിതവും ദൈനംദിനം ദൈവം നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിതം എന്ന് പറയുന്ന ഒരു അപ്രാപ്യമായ കാര്യമല്ല. എന്നാൽ ദൈവഹിതം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ. അത് കർത്താവെ എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു ട്രെയിൻ ഒരു പാളത്തെ കൂടെ പോകുന്നിടത്തോളം നമ്മൾ അത് സുഖമായിട്ടിരിക്കുന്നു, ഉറങ്ങുന്നു ഒക്കെ ചെയ്യുന്നു. പാളം തെറ്റുമ്പോൾ അന്നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കറിയാം പാളം തെറ്റി. കാരണം അന്നേരം വരെ ഇല്ലാത്ത സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റഫ്നെസ്സും ഒരു പ്രത്യേക നിലയിൽ അത് കുടുങ്ങുകയും ഇതാകുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവഹിതം വിട്ട് നമ്മുടെ ജീവിതം പലപ്പോഴും പുറകോട്ട് പോകും, അല്ലെങ്കിൽ മാറിപ്പോകുമ്പോൾ ആ നിലയിൽ നമ്മുടെ ജീവിതം വ്യതിചലിച്ചു പോകുന്നതായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മൈതലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നു. ഇതര ദൈവവചന ഭാഗങ്ങളിലും അന്ത്യകാലമാകിയ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ, കർത്താവിൻ്റെ ഹിതമിനതെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഹിതം അത് ദൈവരാജ്യത്തിനും ദൈവനാമ മഹത്വത്തിനും ഒക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഹിതമാണ് എന്ന് നമുക്കറിയാം. ഒരിക്കലും നമ്മുടെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരനുഭവത്തിന് അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഹിതം അല്ല പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതമെന്നും. രണ്ടാമത് നമുക്ക് ദൈവഹിതത്തിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ന് പറയുമ്പം തന്നെ അതൊരിക്കലും നമ്മുടെ സെൽഫിനെ എക്സോൾട്ട് ചെയ്യുന്ന നിലയിലുള്ള ഒരു ഇതായിരിക്കില്ല. നമ്മൾ ആണ് പ്രധാനപ്പെട്ട വ്യക്തി, നമ്മുടെ കാര്യമാണ് നടക്കേണ്ടത്, എനിക്കെന്ത് കിട്ടി എന്നുള്ള നിലയിലല്ല. മറിച്ച് കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടുന്നോ, നിന്റെ രാജ്യത്തിനത് അനുകൂലമാണോ, അല്ലെങ്കിൽ അതുപോലെ നിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണോ അത് ഉപയുക്തമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയാ നമ്മൾ ഈ ദൈവഹിതത്തെ പലപ്പോഴും വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലൊക്കെ പല വ്യക്തികൾ ദൈവഹിതം മനസ്സിലാക്കാൻ, ഗിദെയോനും മറ്റു പല വ്യക്തികളും ദാവീദും ഒക്കെ പല അവസരങ്ങളിലും ദൈവഹിതം അറിയട്ടെ, ദൈവഹിതം അറിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് എടുക്കാം. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം ഞാനും ഒരു ചെറിയൊരു ഉപവാസത്തിലും പ്രാർത്ഥനയിലോ ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ദൈവഹിതം മനസ്സിലാക്കാനും തക്കവണ്ണം ഞാൻ എൻ്റെ സമയം വേർതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ചില സമയങ്ങളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ, ചില സമയങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളിൽ കർത്താവെ നിൻ്റെ ഹിതവും ആലോചനയും അറിയിക്കണമേ. കാരണം നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല, ചില ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള കർത്താവെ നിൻ്റെ ഹിതവും ആലോചനയും നീ ആ വിഷയത്തിൽ അറിയിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയോറിറ്റി ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ അവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒന്നാമത് ദാറ്റ് ആസ്കിങ് ഗോഡ് ടു ഫിൽ യു വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ എന്നാണ് വായിക്കുന്നത്. ദാറ്റ് ആസ്കിങ് ഗോഡ് ടു ഫിൽ യു വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ആൻഡ് ത്രൂ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ആത്മീയമായ സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. നമുക്കറിയാം, ഇതേപോലൊരു പ്രാർത്ഥനയാണ് 1-ാം അധ്യായം എഫേസ്യർ എഴുതുന്ന ലേഖനം 16-ാം അധ്യായത്തിലും 16-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്. അവിടെ കാണുന്നത് പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ വിളിയാലുള്ള ആശ ഇന്നത്, അവിടെ ഒരു ഹിതത്തെക്കുറിച്ച് വിളിയാലുള്ള ആശ ഇന്നത് നിങ്ങൾ അറിയേണ്ടതിന് പിതാവിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഈ ദിവസങ്ങളിലുണ്ട്. ദൈവഹിതം എന്ന് പറയുന്നത് കേവലം ചില ആൾക്കാർ പറയും എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല, മീൻ ഇഷ്ടമല്ല, എനിക്ക് ഇന്ന സാധനമാണ് ഇഷ്ടം, ഇന്നടത്ത് ഉറങ്ങുന്നതാണ് ഇഷ്ടം, എനിക്ക് അതിഷ്ടമല്ല ഇതിഷ്ടമല്ല എന്ന് പറയുന്ന
നിലയിൽ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് നിറഞ്ഞു വരുന്ന ഒരു അനുഭവമല്ല ദൈവഹിതം എന്ന് പറയുന്നത്. മറിച്ച് ഇത് ആരുടെ ഹിതമാണോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളരുന്നതാ ദൈവഹിതം മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അല്ലെ ആ വ്യക്തിയെ അറിയുന്നതാ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനം എഴുതുമ്പോൾ പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം ഇന്ന് പല കാര്യങ്ങൾ, നാളെ എന്നാ നടക്കും, നാളെ ഞാൻ ഗൾഫിൽ പോകുകയോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് ഇന്ന് പല ആൾക്കാരും ഉണ്ട്. എന്നാൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എന്തുകൊണ്ടാണ് വേണ്ടത്? അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിലൂടെ മാത്രമേ ഈ നിത്യനായ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ ബുദ്ധിയുടെ ശക്തി വെച്ച് അല്ലെങ്കിൽ കുറച്ച് വചനം എടുത്തു വെച്ച് ബുദ്ധിശക്തി കൊണ്ട് ദൈവത്തെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയല്ല. ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള പ്രവർത്തന പരിചയത്തിലൂടെ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത്, ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ, ആ വ്യക്തിയുടെ ഇടപാടിലൂടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുകയും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ വരികയും ദൈവവുമായിട്ടുള്ള പല ആ ട്രാൻസാക്ഷൻസിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി എന്നുള്ളതല്ല, മറിച്ച് ഞാൻ ഈ ഇടപെടുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നും ഞാൻ ഈ ഇടപെടുന്ന വ്യക്തി ആരാണെന്നും ഉള്ള ഒരു പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു വെളിപ്പാട് ആവശ്യമാണ്. ഈ ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയാ. സങ്കീർത്തനങ്ങളിൽ പല സ്ഥലത്തും ദൈവമേ നീ അങ്ങനെയുള്ളവനല്ല, നീ ഇങ്ങനെ ചെയ്യുകയില്ലല്ലോ എന്നൊക്കെ ഭക്തന്മാർ പാടുന്നുണ്ട്. കാരണം അവർ ദൈവത്തോട് സഹവസിച്ചതിന്റെ ഫലമായിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ഗ്രഹിച്ച കാര്യമാണ്. യോഹന്നാൻ പറയുന്നു, അവൻ പൂർണ്ണമായും വെളിച്ചമാകുന്നു, അവനിൽ ഇരുളൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. എല്ലാ നല്ലവരവും തികഞ്ഞ ദാനമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണം ഇതാണ്. അത് കോപവും ക്രോധവും ഈർഷ്യയും പിണക്കവും നിറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നതിന്റെ ഫലമായിട്ട് ആ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ദൈവഹിതത്തെക്കുറിച്ച് ലഭിച്ച ഒരു കാഴ്ചപ്പാടാണ്. That you may be filled with the through all spiritual wisdom and understanding, that you may live a life worthy of the Lord and may please him in every way. അങ്ങനെ ആ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ആ കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് അവനെ എല്ലാ നടപ്പിലൂടെയും അവനെ പ്ലീസ് ചെയ്യും. ദാറ്റ് യു മേ ലീവ് എ ലൈഫ് വർത്തി ഓഫ് ദ ലോർഡ്. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് അവനെ എല്ലാ നടപ്പിലും അവനെ പ്ലീസ് ചെയ്യുന്ന, അവനെ പ്രസാദിപ്പിക്കുന്നവരാകണമെന്ന് ഉള്ള പ്രാർത്ഥന നമ്മളവിടെ കാണുകയാണ്. മാത്രമല്ല, ബെയറിങ് ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്, അത് ഓൾറെഡി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞു. സാധാരണഗതിയിലുള്ള സോഷ്യൽ വർക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ ദൈവരാജ്യത്തിൻ്റെയും ദൈവനാമ മഹത്വത്തിൻ്റെയും ആ പെർസ്പെക്റ്റീവിൽ ഉള്ള ഒരു ഗുഡ് വർക്ക് എന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. എല്ലാ നല്ല ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവാലോചന പ്രകാരം ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഫുൾഫിൽ ആകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും ഗ്രോയിങ് ഇൻ ദ നോളജ് ഓഫ് ഹിം, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ ഇഷ്ടത്തിൽ ഞാനത് മലയാളത്തിൽ വായിക്കാം. ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഹിതം, അവൻ്റെ ഹിതം മനസ്സിലാക്കണം, ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അതുപോലെ തന്നെ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആര് വിളിച്ചുവോ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണമെന്നും. അടുത്ത വാക്യം എനിക്ക് വളരെ രസകരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ നമ്മുടെ അടൂര് സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്യാമ്പിന് പോയത്, യൂത്ത് ക്യാമ്പിന് പോയത് ഞാൻ ഓർക്കുന്നു. 3 ദിവസം അവിടെ റോമർക്ക് എഴുതുന്ന ലേഖനം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അങ്ങനെ അവിടെ പോയി പഠിപ്പിച്ചു. എന്നാൽ അവിടെയുള്ള പിള്ളേരെല്ലാം പല നിലകളിൽ ഞാൻ ഇന്ന് വരെ ഒരു യൂത്ത് ക്യാമ്പിന് ഉണ്ടായിട്ടില്ലാത്ത പല അനുഭവങ്ങളും എനിക്ക് സമ്മാനിച്ച ഒരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞ അടൂര് പോകുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പിള്ളേരൊന്നും വിചാരിച്ച പോലൊന്നും അല്ല, ഭക്തന്മാരുടെ വേറൊരു ഇതും കൂടെ മനസ്സിലായി. അങ്ങനെ ഇങ്ങനെയെല്ലാം പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ അവരുടെ സീറ്റിൽ മലന്ന് കിടക്കുകയും കമൻറ്റുകൾ വിളിച്ചു പറയുകയും ചെയ്ത ആൾക്കാർ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നും എന്തെങ്കിലും എനിക്ക് എഫക്റ്റഡ് ആയിട്ടൊന്നും കാണിക്കാതെ പൂർണ്ണ കോൺഫിഡൻസോടെ അവരുടെ മുന്നിൽ നിന്ന് 3 ദിവസം പ്രസംഗിക്കും. എൻ്റെ കൂടെയുള്ള എന്നേക്കാൾ സീനിയറായിട്ടുള്ളൊരു ദൈവദാസനെ പ്രസംഗിക്കാൻ സംബന്ധിച്ചാൽ 2ാമത്തെ ദിവസം പുള്ളി കരഞ്ഞുകൊണ്ട് പുള്ളി വണ്ടി വിട്ടു. അത് എനിക്ക് ഓർക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയെല്ലാം കളിച്ചതിന് ശേഷം അതിൻ്റെ സാക്ഷ്യം പറയുന്ന ഇതിലേക്ക് എത്തി, അവസാനത്തെ സെഷൻ. അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയും. ഞാനിവിടെ കടന്നു വന്നു, ക്യാമ്പ് വളരെ അനുഗ്രഹമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ശക്തിപ്പെട്ടു ഇവിടെ വന്നതിൽ പിന്നെ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡുള്ള പാട്ടെടുത്ത് പാടിയപ്പോൾ നല്ല സ്പീഡിൽ അവർക്ക് കൈയടിക്കാൻ പറ്റി എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ഇടയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെർമിനോളജി, ഈ ശക്തിപ്പെട്ടു, ഞാൻ ശക്തിപ്പെട്ടു. എന്തുവാ ശക്തി? നല്ല സ്പീഡിൽ കൈയടിച്ചൊരു പാട്ട് പാടി, അതാണ് ശക്തി. അപ്പം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പല തല്ലിപ്പൊളി അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസികൾക്ക് യോഗ്യമല്ലാത്ത പല കാര്യങ്ങളും കളിച്ചതിന് ശേഷമാണ് പറയുന്നത് ഞാൻ ശക്തിപ്പെട്ടു. അപ്പം ഇതെന്തൊരു ശക്തിയാണെന്ന് അന്ന് തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. എന്നാലും പിന്നെ പല അവസരത്തിലും ഞാൻ ഓർത്തിട്ട് ഇതെന്തൊരു ശക്തിയാണ് കർത്താവേ. അപ്പം നമ്മുടെ ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണ്, പാട്ട് കൈയടിച്ച് നല്ല ശക്തിയോടെ പാടിക്കഴിഞ്ഞാൽ അതാണ് ആത്മീക ശക്തി. അപ്പം നമുക്കറിയാവില്ല, പണ്ട് കാലത്ത് നമ്മളെ ഇങ്ങനെ വിവേചിക്കുകയും ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഉപദേശിമാരൊക്കെ കയ്യടിയുടെ ശക്തി ഇച്ചിരി കുറവാണെങ്കിൽ നീ ഇച്ചിരി പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ശക്തി. എന്നാൽ ലോകത്തിലെ ആത്മീയമായിട്ട് ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ ഫൈനൽ പോയിന്റിലേക്ക് വരിക, വിവരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ തന്നെ ലോകത്തിൽ ആത്മീയമായിട്ട് ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള വ്യക്തി ആരായിരുന്നു? അതിന് നമുക്കെല്ലാം ഉത്തരവറിയാം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു ഏറ്റവും ശക്തിയുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി അളന്നത് ഈ കയ്യടിയിലും പാട്ടിലും കൂടെ ഒന്നും അല്ല, മറിച്ച് അദ്ദേഹത്തിലുണ്ടായിരുന്ന സഹിഷ്ണുതയിലും ക്ഷമയിലും ആണ് അത് അളക്കപ്പെട്ടത്. അതിൻ്റെ ക്രൈറ്റീരിയൻ, അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും കഴിയാതെ ഇരുന്നിട്ട് ആത്മീയമായി ശക്തിപ്പെട്ടു എന്ന് പറയുന്നതിന് അർത്ഥമാണ് നമ്മുടെ തന്നെ ചില ഗ്രൂപ്പുകളിൽ കയറിയാൽ മതി. കാക്കക്കൂട്ടി കല്ലിട്ട പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പലരുടെയും സഹിഷ്ണുതയുടെ പല ഇതും അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം അധിക നേരം ഇരിക്കാൻ പറ്റില്ല സാമാന്യഗതിയിൽ മനുഷ്യൻ ഇതുള്ളത്. പിന്നെ തലവേദന എടുത്തിട്ട് ഇറങ്ങി വരും. കാരണം അതുപോലുള്ള ഒരു നിലയിൽ ആ കാര്യങ്ങൾ പോകുന്നു. ഇതാണ് പലപ്പോഴും നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞേക്ക സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. അപ്പം ആത്മീയമായി ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരുവനിൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് സകല സഹിഷ്ണുതയും സകല ദീർഘക്ഷമയുമാണ് അവിടെ ഉണ്ടാവുന്നത്, മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമ്മൾ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ദീർഘക്ഷമയും അതുപോലെ സ്നേഹവും ഇതൊക്കെയാണ് ആത്മീയമായി ശക്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന അനുഭവം. ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു വ്യക്തി ആത്മീയമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അല്ലാതെ നമ്മുടെ ഈ ചില കൈയടിച്ചുണ്ടാക്കിയ ശക്തി പ്രകടനമല്ല. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ അത് ആത്മീയ ശക്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ ഞാൻ ഈ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അത് ആത്മീയ ശക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങനെ കൈയടിക്കാൻ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും ഞാൻ അതിനോടൊന്നും വിയോജിക്കുന്നില്ല. എന്നാൽ അത് വെളിപ്പെടേണ്ടത് ഈ സഹിഷ്ണുതയിലും ദീർഘക്ഷമയിലും കൂടെ ഇത് വെളിപ്പെടേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടുകയും അതിൻ്റെ ഒരു മെഷറാക്കി കൊടുത്തേക്കുന്നത് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറിയസ് മൈറ്റ്. അങ്ങനെ കണ്ട വായിക്കുന്നത് നോക്കിയാട്ടെ, അത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുന്നു. being strengthened with all power according to his glorious might, so that you have great endurance and patience, and joyfully giving thanks to the Father who has qualified you to share in the inheritance of the saints in the kingdom of light. അപ്പോൾ
ആത്മീയ ജീവിതത്തിൻ്റെ വേറൊരു അനുഭവത്തെക്കുറിച്ച് അവിടെ പറയാം. ആത്മീയമായി ശക്തിപ്പെട്ട് കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം വേറൊരു കാര്യം അവിടെ പറഞ്ഞേക്കാം. പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊരു അനുഭവമാണ് പറഞ്ഞേക്കുന്നത്. കാരണം ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും പ്രാർത്ഥിക്കണമെങ്കിൽ അതൊരു പ്രത്യേക ഇതാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മകന് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എപ്പോൾ പ്രാർത്ഥന തുടങ്ങിയാലും ഉടനെ അവൻ ഓടി വന്ന് പറയും, യേശു നല്ലവൻ അവൻ വല്ലഭൻ എന്നുള്ള പാട്ട് പാടണമെന്ന് നിർബന്ധമാണ് കൊച്ചിന്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം പാടും, യേശു നല്ലവൻ അവൻ വല്ലഭൻ, ഇത് പാടിയാലേ കൊച്ചിന് സന്തോഷമാകുള്ളൂ. അവസാനം നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരു ബ്രദർ പറഞ്ഞു, മോനെ പാട്ട് നല്ലതാ, അങ്ങനെ പറയണമെങ്കിൽ ഇച്ചിരി പാടാ മോനെ എന്ന് പറഞ്ഞു. സത്യം, നമുക്കറിയാം ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പാട്ടുകൾ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ബട്ട് നമുക്കത് പൂർണ്ണ ഹൃദയത്തോടത് പറയാൻ പറ്റുന്നുണ്ടോ, പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ആത്മീയ ജീവിതത്തിലുള്ള ഒരു വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എത്ര വർഷങ്ങൾ കഴിഞ്ഞ വ്യക്തികളോടാണെങ്കിലും ചോദിക്കുക, ആർ യു ഏബിൾ ടു കൺഫസ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം ഇൻ എവറി വേ, ഇൻ എവറി സിറ്റുവേഷൻ ഓഫ് യുവർ ലൈഫ്? എല്ലാ ജീവിതത്തിന്റെ സാഹചര്യത്തിലും എല്ലാ അനുഭവത്തിലും ഇന്ന് കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അനുഭവത്തിലും പ്രയാസങ്ങളുടെ അനുഭവത്തിലും ഒക്കെ ഈ ദൈവം നല്ലവനാണ് എന്ന് വിശ്വസിച്ച് അവനെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും പറ്റുന്നുണ്ടോ? അമേരിക്കയിലുള്ള വലിയൊരു നിങ്ങളൊക്കെ അറിയാവുന്ന പോലെ പ്രൈസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്. അതിൽ മെറിലിൻ ക്രോദേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ അമേരിക്കൻ ചാപ്ലിനായിരുന്ന ഒരു വ്യക്തി പിന്നെ ദൈവവേലയ്ക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള കുറേ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രിസൻറ്റ് പ്രൈസ് എന്നുള്ള ഒരു പുസ്തകം ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയ ഒരു പുസ്തകമാണ് എന്നൊക്കെ നമ്മൾ വായിക്കുകയും ഞാനും അത് വായിച്ചിട്ടുണ്ട്, ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് ഒത്തിരി മാർമികമായ ഒരു സംഗതിയാണ്. കാരണം നമ്മൾ കർത്താവേ നീ നല്ലവനാകുന്നു നിശ്ചയം, നീ ഇസ്രായേലിന് ദൈവത്തിൻ്റെ മക്കൾക്ക് നീ വിളിച്ചു വേർതിരിച്ച ഭക്തന്മാർക്ക് നീ നല്ലവനാകുന്നു നിശ്ചയം എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുമ്പോൾ അത് എല്ലാ നിലയിലും നമ്മളെ ആത്മീയമായിട്ട് സ്വതന്ത്രമാക്കുന്ന ഒരു അനുഭവമായി ഈ സ്തോത്രം എന്ന് പറയുന്നത്. അത് ചില്ലറ കാര്യമല്ല. അബ്രഹാം പാസ്റ്റർ അതിനെപ്പറ്റി പല കാര്യങ്ങളും അതിനെപ്പറ്റി പറഞ്ഞു. അത് ചെറിയൊരു വിഷയമല്ല. നമ്മുടെ എല്ലാ റിഗ്രറ്റ്സും റിസൻമെന്റ്സും നമ്മുടെ എല്ലാ നിലയിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരാതിയും ദൈവത്തെക്കുറിച്ചുള്ള ദൈവമേ അന്നെന്തായാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല, എൻ്റെ തലമുറകൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യങ്ങളിൽ നീ ഇടപെട്ടിട്ടില്ല, എൻ്റെ അന്നത്തെ ആ കാര്യത്തിൽ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവനെയാണ് നീ സഹായിച്ചത് എന്നൊക്കെ പല റിസൻമെന്റ്സും പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് കാണും. എന്നാൽ എൻ്റെ കർത്താവെ നിനക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല, നീ എപ്പോഴും ശ്രേഷ്ഠനായ ദൈവമാണ്, നിന്റെ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. അത് മനസ്സിലാക്കുന്നതിൽ എനിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, എന്നാൽ നീ എപ്പോഴും എൻ്റെ ഒരു നല്ല അപ്പച്ചനാണ്, നല്ലൊരു പിതാവാണ്, എനിക്ക് നന്മയല്ലാതെ തിന്മ ഒന്നും ചെയ്യാത്ത ദൈവമാണ് എന്നോ. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയങ്ങളിൽ പഠിച്ചിട്ടുള്ളൊരു പാട്ടാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പാട്ടാണ്. നന്മയല്ലാതൊന്നുമില്ല നീ നൽകുമെല്ലാം നന്മയല്ലോ, നിത്യത തന്നിലെത്തുവോളോ നീ നാടത്തന്നെ നിൻഹിതം പോ, നിത്യത തന്നിലെത്തുവോളോ നീ നാടത്തന്നെ നിൻഹിതം പോ. എന്തൊരു ശ്രേഷ്ഠം! ഒരു ജീവിതത്തിൻ്റെ മൊത്തം ആകത്തുക നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ അപ്പച്ചൻ നല്ലവനായിരുന്നു, എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു എന്ന് പറയാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്, ആത്മീയമായ വലിയ വിടുതലിൻ്റെ അനുഭവമാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ പിശാചിന് ഒരു ഹോൾഡുമില്ല, പിശാചിന് അവൻ്റെ മേലെ ഒരു അധികാരവുമില്ല. കാരണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുന്ന ഒരു അനുഭവം ആണതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ആ സ്തുതിക്കുന്നതിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ട്രാൻസ്ലേറ്റഡ് us from the dominion of
of darkness into the marvelous light of his son. വായിക്കുന്നത് God and we yeah, who has qualified you to he has rescued us from the dominion of darkness and brought us into the kingdom of the son he loves. അവൻ്റെ പുത്രൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അവൻ്റെ താൻ സ്നേഹിക്കുന്ന പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു, ഈ കൃപയിലാക്കി വെച്ചു. റോമർ ലേഖനത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണത്തിലെ കൃപയ്ക്ക് അത്ര അധീനരാകയാൽ. പ്രിയപ്പെട്ടവരെ, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഈ അധികാരം എന്നൊക്കെ പറയുമ്പം അത് വളരെ പഠിക്കുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇരുട്ടിന്റെ അധികാരം, ആ അധികാരം ഇനിയില്ല. നോ ലോങ്ങർ ദാറ്റ് ഡൊമിനിയൻ ഈസ് നോ ലോങ്ങർ ഓവർ മീ. അതെന്റെ മേലില്ല. താൻ സ്നേഹിക്കുന്ന പുത്രന്റെ സ്നേഹമുള്ള ആ മാർവലസ് ലൈറ്റിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ, അതിനെ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ കാര്യത്തിലൊന്നും എൻ്റെ അപ്പച്ചാ നിനക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. യേശു ക്രിസ്തുവിൽ എന്നെ സെലക്ട് ചെയ്തതിൽ, യേശു ക്രിസ്തുവിൽ എന്നെ മുൻനിയമിച്ചതിൽ, യേശു ക്രിസ്തുവിൽ എന്നെ നടത്തുന്നതിൽ, യേശു ക്രിസ്തുവിൽ നിന്റെ ദൈവിക പദ്ധതികൾ ഓരോന്നും എന്നിൽ നിവർത്തിക്കുന്നതിൽ എൻ്റെ അപ്പാ നിനക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. നിന്റെ പെർഫെക്ച്വലായിട്ടുള്ള നിന്റെ വിസ്ഡത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിന്റെ ജ്ഞാനത്തിൽ ഞാൻ ചാരുന്നു കർത്താവേ. എനിക്ക് എൻ്റെതായിട്ടുള്ളത് ഒന്നുമില്ല എന്ന ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.